ചിലങ്ക അസോസിയേഷൻ നോർത്താംപ്ടൺ അവതരിപ്പിക്കുന്നു നേർച്ചക്കോഴി. എന്നാലും ഇത് എതിലേ പോയി? കോഴി ബാ ബാ ബാ, കോഴി ബാ ബാ. ഈ മൂന്ന് നേരത്ത് അതിനെ എവിടെ പോയി നോക്കാനാ? എന്റെ ഈശോയെ, സഹായിക്കാൻ ഒരു മനുഷ്യനുമില്ല. നോക്കിക്കേ. ശോ, എന്റെ മാതാവേ, അരുവിത്തറ വല്യച്ഛന് നേർച്ച നേർന്ന് നിർത്തിയിരുന്ന കോഴിപ്പൂവനായിരുന്നു. ഇനി എന്നാ പറയാനാ? മോളെ ജസീക്ക, നീ ആ കൊക്കയുടെ മേളിലൊന്ന് നോക്കിക്കേ. കാത്രീൻ, ആ കാപ്പിയിലെങ്ങാനും അത് ഇരിപ്പുണ്ടോന്നൊന്ന് നോക്കിക്കേ. ഇരുട്ടാനും തുടങ്ങി. ഇപ്പൊ കുരിശുമണി അടിക്കുകയും ചെയ്യും. ഇനി എന്നാ ചെയ്യും എന്റെ വല്യച്ഛാ? ഹലോ സുഷമേ, ദാ വരുന്നു. 5 മിനിറ്റ് ഇപ്പൊ എത്തിട്ടോ. നെത്തിരാത്തിരിയമ്മ തുക്കം പോച്ചടി. അന്നമ്മച്ചെടുത്തിയായിരുന്നു. പേടിച്ചുപോയി. ഈ 3 നേരത്ത് ഞാൻ ഓർത്ത് വല്ല യക്ഷിയായിരിക്കുമെന്ന്. നീ ആ കൂട്ടുപറമ്പിലെ പാക്കരന്റെ മോനല്ലേടാ? നിന്റെ വിശേഷങ്ങളൊക്കെ ആ പാക്കരൻ പറഞ്ഞ് ഞാൻ അറിയാറുണ്ട്. നിന്റെ പേരെന്നായിരുന്നു? നിതീഷ്. എന്നാ ഒരു പരിഷ്കാരം പിടിച്ച പേരായത്. അല്ല, ഏത് യക്ഷിയാടാ ചട്ടയും മുണ്ടുവിട്ട് നടക്കുന്നേ? അവരൊക്കെ വെള്ളസാരിയൊക്കെ ഉടുത്ത് നടക്കുന്ന സുന്ദരികളല്ലേടാ? എന്നാരാ പറഞ്ഞേ? അങ്ങനെ പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല യക്ഷിമാർക്ക്. പിന്നെ അന്നമ്മച്ചേടത്തി ഇപ്പോഴും നല്ല സുന്ദരി അല്ലേ? ഉവ്വ ഉവ്വ, അത് ശരി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ യക്ഷിയെ പോലെയാണെന്നാണ്. മനസ്സിലായി മനസ്സിലായി. ഓ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇരുട്ടായി തുടങ്ങിയപ്പം ഈ പിള്ളേരെ കൊണ്ട് പതിവില എന്നെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ. എടാ കബീഷേ, ഞാൻ അരുവിത്തറ വല്യച്ഛന് നേർച്ച നേർന്ന് നിർത്തിയിരുന്ന പൂവൻ കോഴിയെ കാണാനില്ല. അതിനെ തേടുവായിരുന്നു. ചില ദിവസം അത് ഏതേലും കാപ്പിയിലോ കൊക്കയിലോ എല്ലാം കയറിയിരിക്കും. എന്നിട്ടും അതിനെ ഇന്ന് കണ്ടുമില്ല. യോ, കബീഷ് അല്ല അന്നമ്മച്ചേടത്തി, നിതീഷ്. അതവിടെ എവിടെയെങ്കിലും കാണും. എവിടെ പോകാനാ? ചേട്ടത്തി ഇതാണ്ട് വെട്ടം കുറഞ്ഞു തുടങ്ങി. പിള്ളേരെ കൊണ്ട് കയറിപ്പോവും. പാമ്പും ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന നേരമായത്. പാമ്പോ? ഈ പറമ്പിലോ? പാമ്പ് പോയിട്ട് ഒരു ഞാഞ്ഞൂല് പോലും ഈ പറമ്പിൽ കയറുകയല്ല. ഇനി അഥവാ വല്ലാം കയറിയാലും നമ്മുടെ അരുവിത്തറ വല്യച്ഛൻ പിടിച്ചോളും. കൊല്ലം പൂവൻകോഴിയോ വാഴക്കൊലയും വല്യച്ഛന് നേർച്ച കൊടുക്കുന്നതാ ഞാൻ. പിന്നെ അരിത്ര വിളിച്ച വാവ സുരേഷല്ലേ എന്ന് വെച്ചാൽ പാമ്പിനെ പിടിക്കാൻ. ഒന്ന് പോ എന്റെ ചേട്ടത്തി. കന്നന്തിരിവ് പറഞ്ഞ ഒറ്റ വീക്കങ്ങ് വെച്ച് തരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അല്ല, നീ ഇതെവിടെ പോയിട്ട് വരുവാ? ലേശം മിനുങ്ങിയിട്ടുണ്ടല്ലോ. ഓ, ഞാനേ പണി കഴിഞ്ഞ വരുന്ന വഴി ആ റേഷൻ കടയിൽ ഒന്ന് കയറി. ഈ ആഴ്ചയിൽ എന്നതാ? പച്ചരിയാണോ അതോ കോതമ്പോ? പച്ചരിയാ. എടാ ഗിരീഷേ, കോതമ്പ് വരുമ്പം പറയണേ, കോഴിക്ക് കൊടുക്കാനാ. യോ, ഗിരീഷ് അല്ല അന്നമ്മച്ചേടത്തി, നിതീഷ്. അതെന്നതേലും ആട്ടെ. എടാ പിന്നെ ബംഗാളിയുടെ കൂടെ ഒളിച്ചു പോയ നിന്റെ കെട്ടിയോളെ പറ്റി വല്ല വിവരവും ഉണ്ടോ? നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കള്ളാസ് കൊടുക്കാൻ മേലായിരുന്നു. അവര് കണ്ടുപിടിച്ചു കൊണ്ട് തന്നേനെ നിന്റെ കെട്ടിയോളെ. ആ, പോലീസ് ബംഗാളി പോയി 2 തപ്പി പിടിച്ചോണ്ട് വരും. ഞാൻ പിന്നെ അവക്കും ആ ബംഗാളി കൂടെ ചിലവിനും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പരാതി ഒന്നും പറയാൻ പോയില്ലേ. ആഹാ, നീ ആള് കൊള്ളാലോ. ഞാൻ ഓർക്കുമായിരുന്നു. എന്നാ നല്ല മിടുക്കി പെങ്കൊച്ചായിരുന്നു. തങ്കം പോലത്തെ കൊച്ച്. പിന്നെ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടാണല്ലോ ബംഗാളിയോട് വിളിച്ചു പോയത്. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ നാട്ടിൽ എന്തേലും നല്ല മിടുക്കന്മാരായ മലയാളി പിള്ളേരുണ്ട്. അവൾ എന്നാ മണ്ടിയായിട്ടാ ഒരു ബംഗാളിയുടെ കൂടെ പോയത്. അല്ല, ഇച്ചിരിയേലും ബോധവും വിവരവും ഉണ്ടായിരുന്നേ അവൾ നിന്നെ കെട്ടാൻ സമ്മതിക്കുമായിരുന്നു. പറഞ്ഞിട്ടിനി ഒരു കാര്യവുമില്ല. അന്നമ്മച്ചേടത്തി, ഈ സന്ധ്യ നേരത്തുണ്ടല്ലോ അളിഞ്ഞ കോമഡിയും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വേഗം പിള്ളേരെ വിളിച്ചിട്ട് വീട്ടിൽ പോ നോക്ക്. ഞാനും പോവാം. വാടി പിള്ളേരെ, പോകാം. ഇനി നാളെ രാവിലെ എങ്ങനെ നമുക്ക് നോക്കാം. ആർത്ത കൈ കുക്കുതല്ലാത്ത പാരട്ടത്തള്ള കോമഡിയും കൊണ്ട് വന്നേക്കുന്നു. കോഴിയെ മകനും മരുമകളും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കാണും. തള്ള ഉള്ള മൂടും കാണും. പിള്ളേരെ, പോയി കൈയും കാലും കഴുക. പറമ്പിൽ കൂടെ എല്ലാം നടന്നതല്ലേ. ഇപ്പം കുരിശുമണി അടിക്കും. ചേച്ചിമാരെ വിളിച്ചുകൊണ്ട് വാ, കുരിശു വരയ്ക്കണം. ഓ, വളത്തിനൊക്കെ എന്നാ വിലയാ. ഇനി വല്ല ചാണകപ്പൊടിയൊക്കെ ഇടയിലേ നടക്കത്തുള്ളൂ. എന്നാ പറയാനും, പണിക്കാരെയും കിട്ടാനില്ല. വന്നിട്ടും പോയിട്ടും ആ പാക്കരൻ മാത്രമുണ്ട് എന്നും. എന്നാ ചെയ്യാനും? ചാച്ചാ, ചാച്ചാ, ഇതിങ്ങോട്ടൊന്ന് നോക്കിക്കേ.
അതെ, അരുവിത്തറ വല്ലിച്ചത് നേർച്ച നിർത്തിയിരുന്ന നമ്മുടെ പൂവൻകോഴിയെ കാണാനില്ല. ചാച്ചൻ എങ്ങാനും കണ്ടായിരുന്നോ? ആം, കണ്ടായിരുന്നു. അയ്യോ വല്ലിച്ച, നിന്റെ കോഴിയെ നീ തന്നെ കാത്തു. എവിടെയാണോ? ഇച്ചിരി മുമ്പ് തോർത്തും സോപ്പും എടുത്തോണ്ട് കുളിപ്പരയിലോട്ട് പോണ കണ്ട്. അല്ല പിന്നെ. ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. തമാശ പറയാൻ കണ്ട നേരം. ആ വേരിങ്കല മാത്തുക്കുട്ടി ജീപ്പും കൊണ്ട് അരുവിത്തറയ്ക്ക് കഴിഞ്ഞ ആഴ്ച പോയപ്പം അവൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു? നീ കേട്ടോ? ഒരു കുഴപ്പവുമില്ല. എന്നാ വർത്തമാനം ഈ പറയുന്നേ? അടുത്ത ആഴ്ച പെരുന്നാളിന് മലബാറിൽ നിന്ന് നമ്മുടെ കൊച്ചു ത്രേസ്യ കൊച്ചു വരുമ്പം അവൾ എന്നാ കൊണ്ട് നേർച്ച കൊടുക്കും? അവൾക്ക് നേർച്ച കൊടുക്കാനായി നിർത്തിയേക്കുമായിരുന്നില്ലേ? ത്രേസ്യ കൊച്ചിനോട് ഞാനിനി എന്നാ പറയും? അവളാണേൽ വെട്ടുപോത്തിനേക്കാ കഷ്ടവാ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കല്ലോ. വല്ലതും പറഞ്ഞായിരുന്നോ? നോമ്പ് വീടൽ അവനെ തട്ടാമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? വളർച്ച കൂടി പോയായിരുന്നു. ചാച്ചൻ എന്നതാ ഈ പറയുന്നേ? നേർച്ച കോഴിയെ എങ്ങനെയാ കൊന്നു കറി വെക്കുന്നേ? അതും വല്യച്ഛന്റെ. മിക്കവാറും അരുവിത്തറ പള്ളിയിലെ അച്ഛനും കൈക്കാരനും നിന്റെ കോഴിയെ കഴിക്കാൻ യോഗമില്ലെന്ന് കൂട്ടിക്കും. അല്ലാതിപ്പോ എന്നാ പറയാന്? പിന്നെ അവിടുത്തെ അച്ഛനും കൈക്കാരന്മാരും കോഴിയിറച്ചി കഴിക്കുമല്ലേ? അവർ നല്ല ഒന്നാം തരം ആട്ടിറച്ചിയാ കഴിക്കുന്നത്. അതും ശരിയാ. നീ ആ ലില്ലിക്കുട്ടിയോട് എങ്ങാനും ചോദിക്ക്. അടുക്കളയിൽ എങ്ങാനും കയറി ചെന്നപ്പം അവള് പിടിച്ച് വല്ല കൊട്ടയുടെ കീഴെ ഇട്ടിട്ടുണ്ടോ എന്ന്. ഞാൻ മേല് കഴിയേച്ച് വരാം. കുരിശുമണി അടിച്ച് കുരിശ് വരയ്ക്കാറായി. ലില്ലിക്കുട്ടി, എടി ലില്ലിക്കുട്ടിയെ, ഈ പല്ലിക്കുട്ടി ഇതെവിടെ പോയി കിടക്കുവാ? ഇതേ അമ്മച്ചി, ഇങ്ങനെ 1000 തവണ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പല്ലിക്കുട്ടിയെ വിളിക്കരുതെന്ന്. ചാച്ചനും അമ്മച്ചിയും അമ്മച്ചിയുടെ മോനും കൂടെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ അമ്മച്ചിയുടെ അത്ര സൗന്ദര്യവും കല്ലിന് ഭംഗിയുമില്ലെന്ന് അമ്മച്ചി കണ്ടായിരുന്നല്ലോ. എന്നിട്ടും മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചു. ഞാൻ 6 പ്രസവിക്കുകയും ചെയ്തു. എന്നാലും ഈ പല്ലിക്കുട്ടി വിളി നിർത്താറായില്ലേ? അതിന് നിന്നോട് ഞാൻ പറഞ്ഞോ 6 പ്രാവശ്യം പ്രസവിക്കാൻ? ഇത് നല്ല കൂത്ത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ എല്ലാവരും പ്രസവിക്കുന്നത്? അമ്മച്ചിയുടെ മോനോട് ആൺകുഞ്ഞിന് വേണമെന്ന് അമ്മച്ചിക്ക് എല്ലാവരും വാശി. എന്നിട്ട് പ്രസവിച്ച് നടുവൊടിഞ്ഞത് എൻ്റെ. എന്നിട്ട് പള്ളിക്കുട്ടികൾ നിർത്താറായില്ലല്ലോ. എന്നിട്ട് ആൺകൊച്ചുണ്ടായോ? നിരനിരയായി 6 പെൺപിള്ളേർ. ഒരു കന്യാസ മഠം പോലെയുണ്ട്. ഭാഗ്യത്തിന് എല്ലാവർക്കും അമ്മയുടെ ചായയല്ല വല്യമ്മയുടെ ചായയാ കിട്ടിയത്. 6 സുന്ദരി കുട്ടികൾ. സമ്മതിച്ചു, അമ്മച്ചി ഭൂലോക സുന്ദരിയാണ്. അത് മനസ്സിലോർത്താൽ കൊള്ളാം. അമ്മച്ചി എന്നെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, നീ വല്ലതും കേട്ടായിരുന്നോ? തോന്നിയതായിരിക്കും. അത് പോട്ടെ. അമ്മച്ചി പ്രസവത്തിന് കണക്കെടുക്കാനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്? അല്ല പിന്നെ. നീ നമ്മുടെ പൂവൻകോഴിയെ കണ്ടായിരുന്നോ? അത് കൂട്ടി കയറിയിട്ടില്ല. പറമ്പിലെങ്ങാനും നോക്കിയിട്ട് കാണുന്നുമില്ല. ഞാനൊന്നും കണ്ടില്ല. എനിക്ക് ശാന്തയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ലായിരുന്നു ഇന്ന്. നാളെ എൻ്റെ ആങ്ങളയുടെ മോൻ കുരിയാച്ചൻ വരുമല്ലേ? ഇന്ന് രാവിലെയല്ലേ വിളിച്ച് പറഞ്ഞു നാളെ വരുമെന്ന്. പട്ടം കിട്ടിയിട്ട് ആദ്യം വരുമല്ലേ? അന്നേരം നല്ലപോലെ സൽക്കരിക്കണ്ടേ? അല്ലേ അമ്മച്ചിക്കല്ലേ അതിൻ്റെ നാളക്കേട്? നീ പറഞ്ഞതുപോലെ ഞാൻ അതങ്ങ് മറന്നു. വേണം, നന്നായി സൽക്കരിക്കണം. എൻ്റെ കൈമുത്തി പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞാ സെമിനാരിയിലോട്ട് പോയത്. അതും ഇറ്റലിയിലോട്ട്. നല്ല ഗുരുത്വമുള്ള പയ്യനാ. അവർ ഉച്ച കഴിഞ്ഞല്ലേ വരുന്നേ? രാവിലെ അരമനയിൽ എങ്ങാണ്ട് പോവാന്ന് പറഞ്ഞല്ലോ. അമ്മച്ചി മറന്നുപോയോ? അവർ രാവിലെ കാപ്പി കുടിക്കാറാകുമ്പോഴേക്ക് വരും. പിതാവിന് ഉച്ച കഴിഞ്ഞ് ഏതോ മരിച്ചടക്കുണ്ട്. അതാ പരിപാടി മാറ്റിയത്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു. ആ നേരാ, നീ പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയി. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? പണി ഇനിയും ഒത്തിരി ബാക്കിയുണ്ട്. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അമ്മച്ചി ആ ശാന്തയോട് ചോദിക്കുക അവളെങ്ങാനും കണ്ടോന്ന്. നീ അവളോടിങ്ങ് വരാൻ പറ. പറയാം. അവൾക്ക് ഏതാണ്ട് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് മേല് കഴുകി ഒരുങ്ങാൻ പോയേക്കുവാ. വരുമ്പോൾ അമ്മച്ചിയെ കാണാൻ പറയാം. അവൾക്കെന്നാ മീറ്റിംഗാ? അല്ലേലും ഈയിടെയായി അവൾക്ക് ഇത്തിരി നിഷേധം കൂടുതലാ. ഇങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എൻ്റെ പൊന്നമ്മച്ചി, അവളോട് അതും ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അവൾ പോയാൽ പിന്നെ സഹായത്തിന് ഒരു മനുഷ്യനെയും കിട്ടാനില്ല. പഴയ കാലമൊന്നുമല്ല. ഈയിടെയായിട്ട് അവളുടെ നാക്കിനിച്ചിരി നീളം കൂടുതലാണ് താനും. എന്ന് കരുതി പണിക്കാരിയെ തലയിൽ വെച്ചോണ്ട് നടക്കണോ? എന്നെ അതിന് കിട്ടുകയല്ല. അവളുടെ അമ്മ ജാനകി എൻ്റെ നേരെ മുമ്പിൽ പോലും വരികയില്ലായിരുന്നു. നിനക്കറിയാവോ? ഞാനത് വേണ്ട രീതിയിൽ നോക്കിക്കൊള്ളാം. നീ ചെന്ന് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ശരി. ഈ തള്ള ഇതെന്നാ ഭാവിച്ച? അമ്മച്ചി, എന്നെ അന്വേഷിച്ചായിരുന്നോ? അതിന് നീ ഏതാ പെണ്ണെ? അയ്യോ അന്നമ്മച്ചി, ഞാൻ ശാന്തയാണ്. അത് ശരി. നീ എന്നാ ബാലെ കളിക്കാൻ പോവുമായിരുന്നോ? അതോ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടോ? അതെ, അമ്മച്ചിയുടെ ഈ ചോദ്യം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്.
മാത്രമല്ല അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും. ഇത് ഞങ്ങൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് അമ്മച്ചിക്കെതിരെ നടപടിയെടുക്കുന്നു. നീ എന്ത് പണ്ടാരമാണ് ഈ പറയുന്നത്? ഒരുങ്ങിക്കെട്ടി ഇത് എവിടെ പോകുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അടുക്കളയും എന്ന വിഷയത്തിൽ ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട്. അമ്മച്ചിക്കറിയാവോ? ഞങ്ങളുടെ കുടുംബശ്രീ പ്രസിഡന്റ് സഖാവ് ദാശായിനിയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാനാണ് ചർച്ചയുടെ മോഡറേറ്റർ. നീ എന്നതേലും കാണിക്കും. പിന്നെ നീ ആ പൂങ്കോഴിയെ കണ്ടായിരുന്നോ? പറ്റിയ ചോദ്യം. ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകയായ എന്നോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് അമ്മച്ചി. അടുക്കളയിലെ ചൂടും പൊടിയും സഹിച്ച് ജീവിതകാലം മുഴുവൻ ഞങ്ങളെപ്പോലെയുള്ളവർ കാവൽക്കാരെ പോലെ കഴിയണമെന്നാണോ അമ്മച്ചി പറയുന്നത്? ഇങ്ങനെ കരി പിടിപ്പിച്ച് കളയാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം, ഓർത്തോ? ഇവൾക്കെന്നതാ പേ പിടിച്ചോ? അരി എത്രാന്ന് ചോദിച്ചാ പയറഞ്ഞാഴി എന്ന് പറയും. ആ പൂവനെ ഇനി എവിടെ പോയി തേടും? എൻ്റെ മാതാവേ. അന്നാമ്മേ, വാ കുരിശ് വരയ്ക്കാം. പിള്ളേരെ വിളി. മോളെ ജെസിക്ക, ചേച്ചിമാരെ വിളിച്ചോണ്ട് വാ, കുരിശ് വരയ്ക്കാം. പാടി ലില്ലിക്കുട്ടി. ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ബാബാ തമ്പുരാനെ, നിൻ തിരുനാമം ശുദ്ധമാക്കപ്പെടണം. നിന്റെ രാജ്യം വരണം. നിന്റെ തിരുവള്ളം ആകാശത്തിലെ പോലെ ഭൂമിയിലും ആകണം. അന്നമ്മേ, ശുദ്ധമാനം അറിയമേ സ്വസ്തി. എൻ്റെ പൂവങ്കോഴിയെ കാണിച്ചു തരണേ. അന്നമ്മേ, നീ എന്നതായി ചൊല്ലുന്നേ? ഓ, എനിക്ക് അപ്പടി പല വിചാരമാ. ഇന്നിനി കുരിശുവര വേണ്ട. പിള്ളേരെ, നിങ്ങൾ ആ പാട്ട് പാടി സ്തുതിയും ചൊല്ലി അത്താഴം കഴിച്ച് കിടന്നു. എനിക്ക് അത്താഴവും വേണ്ട. അന്നമ്മ ചേടത്തിയുടെ പൂവൻ കോഴിക്ക് എന്ത് സംഭവിച്ചു? ചേടത്തിക്ക് കോഴിയെ തിരികെ കിട്ടും. വീട്ടുജോലിക്കാരി ശാന്ത ഒതുങ്ങുന്നു. ചേടത്തി ഇനി എന്തു ചെയ്യും? ഇവയ്ക്കൊക്കെയുള്ള മറുപടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചാച്ചൻ വേഗം ഷർട്ടിട്ടുണ്ട് വാ. എടി ലിലിക്കുട്ടി, ചാച്ചന് ഹണി റോസിനെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വല്ല ഷീലാന്നോ ജയഭാരതിന്നോ പറഞ്ഞാൽ മനസ്സിലായേനെ. ഇല്ല, തീരെ അറിയത്തില്ല. 2 ആഴ്ച മുമ്പ് ഒരു ജൗളിക്കട ഉദ്ഘാടനത്തിന് ഹണി റോസ് തൊടുപുഴ വന്നപ്പം ചാച്ചൻ അതിന് മുമ്പിൽ പോയി വായും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ സകലമാന വാട്സപ്പ് ഗ്രൂപ്പിലും കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ കയ്യിൽ നിന്ന് വാങ്ങിയ ബനിയെ 2 ആഴ്ച ഇടാൻ തുടങ്ങിയിട്ട് അലക്കാൻ ചോദിച്ചിട്ട് പോലും തരുന്നില്ല. ഒരു പുണ്യാളൻ. ഇനി ഷീലാന്നും ജയഭാരതിന്നും കൂടെ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. അതെങ്ങനെയാ? നിങ്ങളുടെ അല്ലേ അപ്പൻ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ല, ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഉള്ള മാനം പോകാതിരുന്നേന്. എന്നാലും ഹണി റോസ് ഇതൊക്കെ വന്നു. ശരാ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ആണ്ടെ, കുര്യാച്ചൻ ഇങ്ങ് എത്തി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുര്യാച്ചനെ കണ്ടാൽ അരികേരനായിപ്പോയി. വെളുത്ത് തൊടുത്ത് നല്ല സായിപ്പ് പോലെ. പറഞ്ഞേച്ചു വന്നത് നന്നായി. അല്ലൽ മനസ്സിലാകുകയേയില്ല.
പിന്നെ സുഖമാണല്ലോ അല്ലേ? വാ ഇരിക്കേ. സി ഗ്രാസിയെ, സുഖം തന്നെ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. എത്ര ദിവസം അവധിയുണ്ട്? ഉന്മേസെ, 1 മാസം. അവിടെ മലയാളം പറയാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഇറ്റാലിക്കാരാ. അത് അറിയാതെ ഇറ്റാലിയൻ പറയുന്ന ഒന്നും തോന്നല്ലേ? അതൊന്നും സാരമില്ല. മാർപ്പാപ്പായെ എന്നും കാണുമോ? ഇല്ല, ഞാൻ റോമിലല്ല, അവിടുന്ന് ഇച്ചിരി ദൂരെയാ. മിലാൻ എന്ന് പറയും. 1 മാസം മുൻപേ റോമിൽ പോയപ്പം പാപ്പയെ കണ്ടായിരുന്നു. അയ്യോ, പറഞ്ഞ പോലെ അന്നാമ്മച്ചി എന്തിയേ? കണ്ടില്ലല്ലോ. പിള്ളേരൊക്കെ പിന്നെ സ്കൂളിൽ പോയി കാണുമല്ലേ? അമ്മച്ചി പള്ളിയിൽ പോയതാ, ഇപ്പം വരും. വരേണ്ട സമയം കഴിഞ്ഞു. ലില്ലിക്കുട്ടി, നീ കാപ്പി എടുത്തു വെക്ക്. അന്നേരത്തേക്ക് അന്നമ്മയും വരും. അച്ഛന് പോകാൻ തിരക്കുള്ളതല്ലേ? എല്ലാം റെഡിയാ, വന്നാട്ടെ. ശാന്തേ, ചായ വേഗം കൊണ്ടുവന്ന് മേശമേൽ വെക്കുക കേട്ടോ. അയ്യോ, ഇതാരാ ഈ കോഴികളെ രാവിലെ തുറന്നു വിട്ടത്? പടികൾ മുഴുവനും വൃത്തികേടാക്കിയല്ലോ. എടി ലില്ലിക്കുട്ടി, ശാന്തേ, ഇവളുമാരിത് എവിടെ പോയി കിടക്കുക? അയ്യോ, എൻ്റെ പൂവൻകോഴി അതെവിടെയാണോ എൻ്റെ അരുവിത്തറ വല്യച്ച. ശോ, അതിൻ്റെ കാര്യം മറന്നേ പോയി. എന്നാ പറയാനാ? എടി ലില്ലിക്കുട്ടിയേ. ദാണ്ടേ അമ്മച്ചിക്ക് എത്തിയല്ലോ. അവൾ ഇതെവിടെ പോയി കിടക്കുക? അന്നാമ്മച്ചി, തൊട്ടു പോകരുത്, അടി മേടിക്കും. ആരാ? അയ്യോ അമ്മച്ചി, ഇത് ഞാനാ, കുര്യാച്ചൻ. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? പള്ളി പോയിട്ട് എന്നാ ഇത്ര താമസിച്ച്? എൻ്റെ മാതാവേ, കുര്യച്ചനാണോ ഇത്? എനിക്ക് ഒട്ടും അങ്ങ് മനസ്സിലായില്ലല്ലോ. എപ്പോ വന്നു? ഒറ്റയ്ക്കേ വന്നുള്ളോ? പള്ളി കഴിഞ്ഞ് ഞാൻ സെമിത്തേരി പോയി. വൈദ്യശാലയിലും ഒന്ന് കയറി ഇച്ചിരി കുഴമ്പ് വാങ്ങി. മുട്ടിന് നല്ല പിടുത്തം. എന്നാലുമേ സെമിനേരി പോയപ്പോൾ മെലിഞ്ഞുണങ്ങി വിറകുള്ളി പോലെ ഇരുന്ന കൊച്ചനല്ലേ. ഇപ്പം കണ്ടാൽ നല്ല സിനിമാ നടനാണെന്ന് തോന്നും. ലോഹയിടാതെ പാൻറ് സൂട്ടും ഒക്കെ ഇട്ടങ്ങ് വന്നാൽ എങ്ങനെ അച്ഛന്മാരെ തിരിച്ചറിയാനാ? അതുകൊണ്ടല്ലേ ഈ ബെനഡിക് മാർപ്പാപ്പ പറഞ്ഞ് അച്ഛന്മാരും മെത്രാന്മാരും അവരവരുടെ വേഷത്തിൽ തന്നെ നടക്കാൻ. അയ്യോ, ഉള്ളതാ. പരിശുദ്ധ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഹൈ റേഞ്ചിലെ നാട്ടിൽ പുറത്തിരിക്കുന്ന അമ്മച്ചി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ സ്ഥിരമായി ഷക്കീല TV കാണാറുണ്ട്. ഷക്കീല TVയോ? അയ്യോ അമ്മച്ചി, ഷക്കീല TV അല്ല, ഷെയ്ക്കിനെയാ. ഓ, ഞാൻ നിന്നെ പോലെ MA ഒന്നും പഠിച്ചിട്ടില്ലേ. ഷെയ്ക്കിനാന്ന് പറയാൻ MA പഠിക്കേണ്ട ആവശ്യമില്ല, നാക്ക് പഠിച്ചാൽ മതി. അതെ അതെ, എന്നാ ഇനി നിങ്ങൾ എല്ലാരും കൂടി എന്നെ നാക്ക് പഠിപ്പിക്കേ. പല്ലും തേപ്പേര് കുറെ പരിഷ്കാരികൾ വന്നേക്കുന്നു. പോട്ടെ, അത് വിട്. അമ്മച്ചിക്ക് സുഖമാണോ? ഇന്നാ ഇതാ അമ്മച്ചിക്ക് തരാൻ ഞാൻ റോമിൽ നിന്ന് വാങ്ങിയതാ. മാർപ്പാപ്പ വെഞ്ചരിച്ചതാ. കുഴപ്പമില്ല മോനെ, തമ്പുരാന്റെ കൃപ കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. എന്നാലും എന്നെ കാണാനൊന്ന് വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഗുരുത്വവും സ്നേഹവും ഉണ്ട്. എടി ലില്ലിക്കുട്ടി, നീ ഇവിടെ കുന്തം പോലെ നിൽക്കാതെ കുര്യച്ചന് ഇച്ചിരി കാപ്പി കൊടുക്കാൻ നോക്ക്. കാപ്പിയൊക്കെ കുടിച്ചമ്മച്ചി. അമ്മച്ചിയെ കണ്ട് നന്ദി പറയാൻ നിന്നതല്ലേ? ഓ, അതിനൊക്കെ എന്നാ നന്ദി പറയാനാണ്? അയ്യോ, കാപ്പി കുടിച്ചോ? ഇവള് വായിക്ക് വല്ല രുചിയായി തന്നായിരുന്നോ? പിന്നെ നന്ദി പറയാതെ എത്ര നാൾ കൂടിയാണോ നാടൻ കോഴിക്കറി കൂട്ടുന്നത്? അതും അമ്മച്ചിയുടെ പൂവൻ കോഴിയെ അമ്മച്ചി തന്നെ കറി വെച്ച് തന്നാൽ അതിനെ ഇരട്ടി രുചിയാ. ഞാനിനി അടുത്ത കൊല്ലവും വരും. അന്നേരവും അമ്മച്ചി കോഴിക്കറി തരണേ. ഞാൻ എന്തായാലും അമ്മച്ചിക്കും അമ്മച്ചിയുടെ കോഴികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ അരുവിത്തറ വല്യച്ഛന് നേർച്ചയായി അന്നമ്മച്ചേടത്തി അരുമയോടെ വളർത്തിയ പൂവൻകോഴി കുര്യനച്ഛൻ്റെ ആഹാരമായി തീർന്നു. അല്ലേലും അരുവിത്തറ വല്യച്ഛനെന്തിനാ പൂവനും പിടയുമൊക്കെ? അതൊക്കെ നമ്മൾ മനുഷ്യർക്കല്ലേ.